പിന്നെ നന്നാകാം, നാളെ നന്നാകാം, അല്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് നന്നാകാം എന്ന് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ചിന്തകൾ മുഴുവനും അത് ശൈത്വാനീയത്താണ്. ഇപ്പോൾ അല്ലാഹു തആല തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടിയവൻ അൽഹംദുലില്ലാഹ് അവനാണ് ഭാഗ്യവാൻ. നല്ല മഴയല്ല, ഇപ്പൊ നാളത്തെ നിസ്കാരം ജമാഅത്തിൽ നാളെ പോവാൻ നമുക്ക്, ഇത് ഭയങ്കര ചൂടാണ്, അപ്പൊ നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ജമാഅത്തിൽ പോവാം എന്ന് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ആ ചിന്ത ശൈത്വാനിയത്താണ്. നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ്? നമ്മുടെ കാഴ്ചയിൽ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഒരു വീഡിയോ പരപ്പയിൽ വെച്ച് ഭാര്യയോട് സംസാരിച്ചുകൊണ്ട് ഒരു കടയിൽ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഇടയിൽ കുഴിഞ്ഞു വീണു ചെറുപ്പക്കാരനായ ഒരു യുവാവ് മരിച്ചുപോയി. അങ്ങനെ എത്രയോ മരണവാർത്തകൾ. നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ് നാലക്ക് നീട്ടിവെക്കാൻ? അല്ലെങ്കിൽ നന്നാകാൻ വേണ്ടി അടുത്ത റമദാനിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾ നീട്ടിവെക്കാൻ നമുക്ക് എന്ത് ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവരാണ്. അപ്പൊ അമല് ചെയ്യാൻ ഏറ്റവും നല്ല സമയം യുവത്വമാണ്. ആ യുവത്വം മുതലെടുത്തവൻ അൽഹംദുലില്ലാഹ് അവൻ വലിയ ഭാഗ്യവാനാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാ മേഖലകളിലും നമുക്ക് പ്രതിഫലങ്ങൾ കോരി വാരി കൂട്ടാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ പരിശുദ്ധ ഇസ്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. നാം ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രത്യേകമായി ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ആ ദിക്റും പറഞ്ഞിട്ട് ഇറങ്ങി വന്നവരാണ്. എന്തുകൊണ്ട്? ആ ദിക്റിന്റെ മഹത്വം നമുക്കറിയാം. നാം ഇനി തിരിച്ച് നമ്മുടെ വീട്ടിലെത്തുന്നത് വരെ നമുക്കത് കാവലാണ്. കാരണം നാം ഏൽപ്പിച്ചത് അല്ലാഹുവിലേക്കാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അതേപോലെ ഒരു നാട്ടിൽ വെച്ച് ഏറ്റവും അധികം തിന്മകളും അതുപോലെ അനാചാരങ്ങളും അള്ളാഹു പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങാടി എന്ന് പറയുന്നത്. ബസാറുകൾ. ഇവിടെ നടക്കുന്നത് മുഴുവൻ എന്താ? കള്ളത്തരാണ്, കച്ചവടത്തിൽ കള്ളത്തരം, അല്ലെ, വഞ്ചനയാണ്, കള്ളുകൂടിയാണ്, ചീട്ടുകളിയാണ്, അനാവശ്യ ഗീബത്ത്, നമീമത്ത് പോലെയുള്ള സംസാരങ്ങൾ. എന്തൊക്കെ തെറ്റുകളുണ്ടോ അത് മുഴുവനും നടക്കുന്ന ഒരു കേന്ദ്രമാണ് അൽ-അസ്വാഖ്, അങ്ങാടി. ഞാൻ പറഞ്ഞതല്ല, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞു, ഇന്ന അഹബ്ബൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഒരു നാട്ടിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അൽ മസാജിദ്, പള്ളികളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. എന്തുകൊണ്ട്? പള്ളിയിൽ എന്താ ഉള്ളത്? പള്ളിയിൽ നിസ്കാരമാണ്. പള്ളിയിൽ എന്താ? പള്ളിയിൽ ഇഅ്തികാഫാണ്, പള്ളിയിൽ ദിക്റാണ്, പള്ളിയിൽ തസ്ബീഹാണ്, പള്ളിയിൽ സ്വലാത്താണ്, പള്ളിയിൽ സദഖയാണ്, പള്ളിയിൽ നന്മകളാണ്, നസീഹത്താണ്. വാദിന്റെ സദസ്സ്, ഇൽമിന്റെ സദസ്സ്, നസീഹത്ത്, ഇതുപോലെയുള്ള നന്മകൾ പെയ്തിറങ്ങുന്ന ഒരു സ്ഥലമാണ് പള്ളി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ നാട്ടിൽ എത്ര വലിയ വില കൂടിയ ലാൻഡുകൾ ഉണ്ടായാലും സ്ഥലങ്ങൾ ഉണ്ടായാലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലതാണ് അൽ മസാജിദ്, പള്ളികളാണ്. അതേ ഹദീസിന്റെ തുടർന്നിട്ട് പറയാണ്, ഫഇന്ന അബ്ഗദൽ ബിലാദി ഇലല്ലാഹ്, ഒരു നാട്ടിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ്, ഏറ്റവും ബോധുള്ള സ്ഥലം, വെറുപ്പുള്ള സ്ഥലം ഏതാണ്? അത് അൽ അസ്വാഖ്, അങ്ങാടികളാണ്, ബസാറുകളാണ്. എന്റെ കാരണം അവിടെ ഉള്ളത് എന്താ? നിസ്കാരമല്ല, ദിക്റല്ല, തസ്ബീഹല്ല, പിന്നെ അവിടെ വഞ്ചനയാണ്, കള്ളത്തരമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, നമ്മുടെ ഖുതുബ കച്ചവടത്തിൽ നടത്തുന്ന അഴിമതികളെ കുറിച്ച്, കച്ചവടത്തിൽ നടത്തുന്ന പറയപ്പെടുന്ന കള്ളത്തരങ്ങളെ കുറിച്ച്, അല്ലെ? ഒരു ബത്തൊക്കെ വേണം. സുബ്ഹാനല്ലാഹ്, എത്ര സത്യം പിടിക്കും കാക്ക, വല്ലാഹി നല്ലത്, അടിപൊളി, ഉള്ളിൽ ചോപ്പുണ്ട്, നല്ല മധുരമുണ്ട്, ബത്തൊക്കെ ഇങ്ങനെ തട്ടിട്ട് പറയും. എന്നിട്ട് എത്ര വല്ലാഹി പറയും. പറയിൽ പോയിട്ട് മുറിച്ച് നോക്കുമ്പല്ലേ അയാൾ പറഞ്ഞ മുഴുവൻ കള്ളത്തനാണ്. ചോപ്പില്ല, വെളുപ്പാണ്, മധുരയില്ല, ചപ്പയാണ്, എന്തെല്ലാം അതിന് വേണ്ടിയിട്ട് വല്ലാഹി പറഞ്ഞു. വല്ലാഹി എന്ന് പറഞ്ഞ തമാശയുടെ വാക്കാണോ? നമ്മുടെ മക്കളിപ്പോ എല്ലാത്തിനും വല്ലാഹിയാണ്. ഞാൻ ടോയ്ലറ്റിന്റെ ഉള്ളിൽ ഞമ്മ ഇങ്ങനെ ഇരിക്കുമ്പോ മദ്രസന്റെ കുട്ടികൾ നിങ്ങൾ മൂത്രിക്കാൻ വരുന്നുണ്ട്, അല്ലെ? ഇതിന്റെ ഉള്ളിൽ എന്ത് വല്ലാഹി, ടോയ്ലറ്റിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വിഷയത്തിൽ വല്ലാഹി, അല്ലാഹ് വല്ലാഹി. നമ്മളെ മക്കള്
എവിടെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ. എന്ത് വിഷയത്തിന്? ഓരോ ചില്ലറ വിഷയത്തിന് വേണ്ടിയില്ല. എന്താ ഇതിന്റെ വാല്യൂ ഇല്ലാതെയായി പോയി. ഒരു വല്ലാഹിന്ന് പറഞ്ഞിട്ട് ആ വല്ലാഹിനെ ധിക്കരിച്ചാൽ എത്ര നഷ്ടപരിഹാരം കൊടുക്കണം ഇസ്ലാമിൽ? ചില്ലറ വിഷയമാണോ? അങ്ങനെ എത്ര നടക്കും നമ്മുടെ അങ്ങാടിയിൽ? എല്ലാ മോശത്തരങ്ങളും എല്ലാ കള്ളത്തരങ്ങളും എല്ലാം നടക്കുന്നത് അവിടെയാണ്. നന്മകൾ മുഴുവൻ നടക്കുന്നത് പള്ളിയിലാണ്. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു അങ്ങാടിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ ആ രൂപത്തിലുള്ള കള്ളത്തരങ്ങളിലും കള്ളസത്യങ്ങളിലും അതുപോലെയുള്ള അഴിമതികളിലും നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായ ഒരു ദിക്ർ ചെല്ലണം. പ്രത്യേകമായ ഒരു ദിക്ർ നിങ്ങൾ ചെല്ലണം. ചെല്ലിയാൽ അതിന്റെ പ്രതിഫലം എന്താ? ചെല്ലിയാൽ അതിന്റെ പ്രതിഫലം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നമുക്കൊക്കെയും അറിയുന്ന ദിക്റാണ്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത്. അതിന്റെ ഇടയിൽ ചെറിയ ഒരു എക്സ്ട്രാ പദമുണ്ട്, യുഹ്യീ വയുമീത്. പിന്നെ നമ്മൾ പറയുന്നു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, യുഹ്യീ വയുമീതു. എന്നിട്ട് അതിന്റെ ഇടയിൽ പറയണം വഹുവ ഹയ്യുൻ ലാ യമൂത്, വഹുവ ഹയ്യുൻ ലാ യമൂത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കറിയുന്നതാണ്. അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ നാം ചെല്ലേണ്ട ഒരു പ്രത്യേകമായ ഒരു ദിക്റാണ്, ഒരു പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട്? ആ അങ്ങാടിയിൽ നടക്കുന്ന ഒരു കള്ളത്തരങ്ങളിലും പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനങ്ങളിലും നാം പെട്ടുപോയി കൂടാ, നാം പെടാൻ പാടില്ല. അതുകൊണ്ട് അത് ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ ഇത് ചെല്ലിയാലുള്ള പ്രതിഫലം? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമ്മോട് മുഹദ്ദിദീങ്ങൾ പറഞ്ഞ എന്താ? ഇത് ചൊല്ലിയാൽ അള്ളാഹു എനിക്ക് കൊടുക്കുന്നത് എന്താണ്? 10 ലക്ഷം നന്മ ചെയ്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. എത്ര? 10 ലക്ഷം. 1 2 അല്ല, 10 ലക്ഷം നന്മ ചെയ്ത പ്രതിഫലം ഈ ഒരു അര മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്ന ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു നൽകും. മാത്രല്ല അവന്റെ ജീവിതത്തിൽ ചെയ്ത 10 ലക്ഷം പാവങ്ങൾ അള്ളാഹു എനിക്ക് പൊരുത്തു കൊടുക്കുന്നതാണ്. ആയില്ല, പിന്നെയും പറഞ്ഞു 10 ലക്ഷം സ്ഥാനങ്ങൾ, ദറജകൾ അള്ളാഹു തആല എനിക്ക് ഉയർത്തി കൊടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോമിനീങ്ങളെ, എത്ര പ്രതിഫലമാണ് അങ്ങാടിയിൽ പോയിട്ട് വരുമ്പോ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർക്കാൻ പറ്റുന്നത്. നാളെ ചെയ്യാം, മറ്റൊന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാതിരുന്നാൽ, ഇനിയിപ്പോ വൈറ്റ് വരാനുണ്ടല്ലോ മീൻ വാങ്ങാൻ, അല്ലെ രാവിലെ ഇനിയിപ്പോ പാലിന് പോകാനുണ്ടല്ലോ, പിന്നെ പറയാം. എപ്പോ പോയാലും പറയാം, എപ്പോ പോയാലും അത് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ അടുത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ ആ സ്ഥലത്തിൽ നടക്കുന്ന സർവ്വവിധ തെറ്റുകളിൽ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹുവിന്റെ കാവലുണ്ടാവണം. അപ്പൊ അത് പതിവാക്കണം. അങ്ങനെ എത്രയെല്ലാം വഴികൾ ഇസ്ലാം നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. എന്തിന്? നമുക്ക് നന്നാകാനാണ്. നന്നാകാൻ എപ്പോഴെങ്കിലും മരിച്ചു പോകും. ഇന്നലെ നമ്മള് കാബയുടെ ചാവി സൂക്ഷിപ്പുകാരനായ ഒരു പ്രായമുള്ള അറബി മരിച്ചുപോയി, അല്ലെ? എവിടുത്തെ? കാബയുടെ ചാവി സൂക്ഷിപ്പുകാരനായ ഒരു അറബിയാണ് എന്ന് പറയാൻ നമുക്ക് എന്താ പാഠം? എത്ര നല്ല ആളാണെങ്കിലും എന്തിന്റെ ആളാണെങ്കിലും സമയമാകുമ്പോ മരിച്ചു പോകുന്നതാണ്. സമയം അള്ളാഹിന്റെ സമയമാകുമ്പോ മരിച്ചു പോകും. ആ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞോ അതിൽ ഏറ്റവും നല്ല അവസരം യുവത്വം. യുവത്വത്തിൽ എന്തൊക്കെ ചെയ്തു വെക്കാൻ കഴിഞ്ഞോ അൽഹംദുലില്ലാഹ് നമുക്ക് രക്ഷപ്പെടാം. പടച്ച റബ്ബ് ആ രൂപത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തു വെക്കാനുള്ള എല്ലാ രൂപത്തിലുള്ള തൗഫീഖും നമുക്കും അതുപോലെ നമ്മുടെ നാട്ടുകാരിൽ നമ്മുടെ കുടുംബങ്ങൾ, സ്നേഹിതന്മാർ, നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് മക്കളുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. പടച്ചവനെ, നാം പള്ളിയിലേക്ക് കടന്നു വന്നത്
നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നീ ഒരു ചിന്തയിട്ട് തന്നതുകൊണ്ടാണെങ്കിൽ അതേപോലെയുള്ള ബോധവും ചിന്തയും നമ്മുടെ നാട്ടിലുള്ള ഓരോ യുവാക്കളുടെ കൽബിലും നീ ഇട്ടുകൊടുക്കണേ കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിന് ഇസ്സത്ത് ബദരീങ്ങളെ കൊണ്ടുണ്ടായി. ആ ബദരീങ്ങളിൽ മിക്കവാറും ആളുകൾ യുവാക്കളായിരുന്നല്ലോ ഉണ്ട്. അതുപോലെ ഇക്കാലത്തും ഇസ്ലാമിന് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ സംസ്ഥാനത്തുള്ള യുവാക്കളെ കൊണ്ട് നീ നൽകണേ ഉണ്ട്. ആരിസ്ലാമിനെ തൊട്ടുകളിച്ചാലും, ആരിസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും റബ്ബെ നിയന്ത്രിക്കുന്നത് നീയാണല്ലോ, നിയന്ത്രിക്കുന്നത് നീയാണല്ലോ. ചിലപ്പോൾ മലക്കുകളെ കൊണ്ട് നീ ശത്രുക്കളെ നശിപ്പിക്കും, ചിലപ്പോൾ മനുഷ്യരെ കൊണ്ട് ശത്രുക്കളെ നീ നശിപ്പിക്കും റബ്ബെ. ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെ പടച്ചവനെ ദീനീബോധമുള്ളവരാക്കി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പാഠം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം കാണാനും നയിക്കാനും റബ്ബെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിലുള്ള എല്ലാ യുവാക്കൾക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ നാട് പരിശുദ്ധമായ ദീനിന്റെ ഒരു കേന്ദ്രമായി ഖിയാമത്ത് നാട് വരെ നീ നിലനിർത്തണേ അല്ലാഹ്. നാടിന്റെ ഇസ്സത്ത് നിലനിർത്തണേ റബ്ബേ. അല്ലാഹുവേ, പല രൂപത്തിലുള്ള വബാഹുകളും പല രൂപത്തിലുള്ള ബലാഹുകളും രോഗങ്ങളും ഞങ്ങളെയും നമ്മുടെ നാടിനെയും പിടികൂടിയിട്ടുണ്ട് പടച്ചോനെ. യാ അല്ലാഹ്, ഉയർത്തേണ്ടത് നീയാണ്. യാ ദാഫി അൽ ബലിയാത്ത്, മുസീബത്തുകളും രോഗങ്ങളും ബേജാറുകളും നീക്കം ചെയ്യുന്ന അല്ലാഹ്, നമ്മിൽ നിന്ന്, നമ്മുടെ നാട്ടുകാരിൽ നിന്ന്, നമ്മുടെ നാടിൽ നിന്ന് ആ മുസീബത്തും രോഗങ്ങളും മുഴുവനും നീ ഉയർത്തണേ റബ്ബേ, നീ നീക്കം ചെയ്യണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന എല്ലാ കുടുംബക്കാർക്കും നാട്ടുകാർക്കും പടച്ചോനെ ആഫിയത്തോടുകൂടിയുള്ള ദീർഘ ആയുസ് നൽകല്ലോ. പെടുന്നതിനെ ഉണ്ടാകുന്ന അപകടങ്ങൾ, അപകട മരണങ്ങൾ, മുസീബാത്തുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ നാട്ടുകാരായ മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും നീ കാക്കണേ റബ്ബേ. മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് നൽകല്ലോ, മർഹമത്ത് നൽകറബ്ബേ. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയ എല്ലാ ഹാജിമാർക്കും നീ പ്രത്യേകമായ സലാമത്ത് നൽകണേ അല്ലാഹ്. പലരും നാട്ടിലേക്കുള്ള തിരിച്ച് വരവിന്റെ ഒരുക്കത്തിലാണ് പടച്ചോനെ. അല്ലാഹ്, യാത്ര റാഹത്തിലാക്കി കൊടുക്കല്ല. ഇനിയും ഉംറകളിലായി കൂടിയ ഒരുപാട് ഹാജിമാരുണ്ട്. അല്ലാഹ്, ആഫിയത്ത് നിലനിർത്തണേ റബ്ബേ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.